സുഹൃത്തുക്കളെ, ഇന്നലെ കണ്ടൊരു വാർത്തയാണ് നമ്മുടെ താമരശ്ശേരി കൊലപാതകത്തിൽ. അതായത് താമരശ്ശേരിയിൽ 6ഓളം വരുന്ന കുറ്റവാളികളുടെ ആക്രമണത്തിൽ മരിച്ചുപോയ നമ്മുടെ ഷഹബാസ് എന്ന് പറയുന്ന കുഞ്ഞനുജൻ, അവന് നീതി കിട്ടുമോ ഇല്ലേ എന്നുള്ള ചോദ്യങ്ങളാണ് കണ്ടിന്യൂസ്ലി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും. അത് കിട്ടുമോ ഇല്ലേ എന്നുള്ളൊരു ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 11-ാം തീയതി നമ്മുടെ കോടതി, അഡീഷണൽ സെഷൻ കോടതി, ഈ പറയുന്ന കുറ്റാരോപിതരെന്ന് ഇവരെ പറയാൻ പറ്റില്ല, ന്യൂസ് ചാനലെല്ലാം കുറ്റാരോപിതരെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇവർ കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് ഇവരെ കുറ്റാരോപിതർ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെന്ന് വിളിക്കുന്നത്? ഈ തന്തയ്ക്ക് മുൻപുണ്ടായവന്മാർ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് ഷഹബാസ് എന്ന് പറയുന്ന കുഞ്ഞനുജൻ്റെ ജീവൻ പൊലിഞ്ഞത്. എന്നിട്ടും നമ്മുടെ മാപ്രകൾക്ക് ഇതുവരെയും അവന്മാരെ ഈ കുറ്റവാളികളെന്ന് വിളിക്കാനുള്ളൊരു ധൈര്യം വന്നിട്ടില്ല, ഒരു ആണത്തം വന്നിട്ടില്ല. ബാക്കി എല്ലാ കാര്യങ്ങളിലും വലിയ ചുറിയുറുക്കും ചങ്കൂറ്റം കാണിക്കുന്ന മാധ്യമങ്ങളെ, എവിടെ പോയി നിൻ്റെയൊക്കെ മാധ്യമധർമ്മം? നാണോ ഇല്ലേ നിനക്കൊക്കെ അവരുടെ ഈ പൃഷ്ഠം താങ്ങിക്കൊണ്ട് നടക്കാനായിട്ട്? അവരുടെ തന്തയും തള്ളയും വലിയ പിടിപാടുള്ള ആളുകളായിരിക്കാം, പക്ഷേ ഷഹബാസ് എന്ന് പറയുന്ന കുഞ്ഞനുജൻ കേരളത്തിലെ ഒരു കുഞ്ഞു തന്നെയാണ്. ആ കുഞ്ഞിനെ കേരളത്തിലെ എല്ലാ ജനങ്ങളും സ്വന്തം മകനെ പോലെ കണ്ടതുകൊണ്ട് മാത്രമാണ് എല്ലാ ആളുകളും ഇതുപോലെ രോഷാകുലരായിട്ട് നിങ്ങളുടെ കമൻറ്റ് ബോക്സ് നിറയെ വന്നിട്ട് തെറി വിളിക്കുന്നത്. അതൊന്നും കാണാനായിട്ട് മാപ്രകൾക്ക് സമയമില്ല. മാപ്രകൾ പറയുന്നത് അത് കുറ്റാരോപിതരാണെന്നാണ്. കുറ്റം ചെയ്തു എന്ന് തെളിയിക്കപ്പെട്ടിട്ടും കുറ്റാരോപിതരെന്ന് എന്തുകൊണ്ട് വിളിക്കുന്നു എന്നുള്ളൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. അതിനുള്ള ഉത്തരം കൂടി നമ്മുടെ മാപ്രകളും തരണം. അവരുടെ അച്ഛൻ്റെ പിടിപാട് കൊണ്ടാണോ എന്നറിയില്ല, ഇനിയും അവരുടെ മുന്തിയ പാർട്ടിയിലുള്ള ബന്ധം കൊണ്ടാണോ എന്നറിയില്ല. പിണറായി സർക്കാരിൻ്റെ അടുത്ത ആളാണെന്ന്, വലം കൈ ഇടം കൈയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അതാണോ എന്നും അറിയില്ല. അതുകൊണ്ടാണോ മാപ്രകൾക്ക് ഇത്ര പേടി എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്തു തന്നെയാണെങ്കിലും ഈ പറയുന്ന പിറപ്പുകേട് കാണിച്ച തന്തയ്ക്ക് മുൻപുണ്ടായ പ്രവൃത്തി കാണിച്ച 6 നരാധകന്മാർക്കും ജാമ്യം കൊടുക്കില്ല എന്ന് അഡീഷണൽ സെഷൻ കോടതി പറയുകയും അവന്മാരുടെ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തത് ഒരു സ്വാഗതാർഹമായ, അല്ലെങ്കിൽ കേരളക്കാരെ ഒന്നാകെ സന്തോഷിച്ചൊരു നിമിഷം തന്നെയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇന്നലെ വന്നൊരു ന്യൂസാണ്, അതായത് ഈ പ്രതികൾക്കെതിരെയുള്ള കുറ്റപത്രം പോലീസ് സമർപ്പിക്കാൻ പോവുകയാണ്. 90 ദിവസത്തിനകത്ത് സമർപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ കുറ്റവാളികൾക്ക് സ്വമേധയാ ജാമ്യത്തിൽ പോകാനായിട്ട് സാധിക്കുമെന്നൊക്കെയാണ് ആ ന്യൂസിൽ പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു വാർത്ത കേട്ട് നോക്കാം, അതിനുശേഷം നമുക്ക് വീഡിയോയിലേക്ക് വരാം. താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിൽ മെയ് അവസാനത്തോടെ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ്. 90 ദിവസം കഴിഞ്ഞാൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ കുറ്റാരോപിതർക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കും. മെയ് 29-നായിരിക്കും പോലീസ് കുറ്റപത്രം സമർപ്പിക്കുക. മെറ്റയിൽ നിന്നും പൂർണ്ണമായ ഡിജിറ്റൽ തെളിവുകൾ ലഭിക്കാത്തതാണ് കുറ്റപത്രം വൈകാൻ കാരണമെന്നും പോലീസ് വ്യക്തമാക്കി. ഇതുവരെയായിട്ടും മെറ്റയിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ നമ്മുടെ പോലീസുകാർക്ക് സാധിച്ചിട്ടില്ല. അതും വേറൊരു കാര്യം, മാപ്രകളെ പോലെ തന്നെ വേറൊരു കഴിവുകെട്ടൊരു സംവിധാനമാണ് നമ്മുടെ പോലീസിൻ്റെ. പക്ഷേ പോലീസുകാർ ആദ്യം മുതൽ ചെയ്ത കാര്യങ്ങളൊന്നും നമ്മൾ തള്ളിക്കളയുന്നില്ല. അവർ നല്ല രീതിയിൽ തന്നെ ഇടപെട്ടു, ആ കുറ്റവാളികളെ പിടിച്ചകത്തിടുന്നില്ല, അവർ നല്ല രീതിയിൽ ശ്രദ്ധ പുലർത്തി. പക്ഷേ ഈ പ്രതികളുടെ അച്ഛൻ വലിയ പിടിപാടുള്ളവനാണെന്നും പിണറായി സർക്കാരിൻ്റെ അടുത്ത ആളാണെന്നും അറിഞ്ഞപ്പോൾ മുതൽ പോലീസ് താളം ചവിട്ടാൻ തുടങ്ങി. അന്നു മുതൽ ഇന്ന് വരെയും പോലീസിൻ്റെ ഇഴഞ്ഞുകൊണ്ടുള്ള ആമ പോകുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെറ്റയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് ഇത്രയും വലിയ സാങ്കേതിക വിദ്യകൾ ഉയർന്നു നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത്രയും സാങ്കേതിക വിദ്യകളുടെ പിന്തുണയുള്ള ഈ ഒരു കാലഘട്ടത്ത് ഈ ഒരു പ്രതികൾക്കെതിരായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനായിട്ടുള്ള തെളിവുകൾ ഇവർക്ക് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അതിലെത്രത്തോളം അവരുടെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നുള്ളത് കേരളത്തിലെ ചോറ് തിന്ന് ജീവിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും വലിയ രീതിയിൽ കൈകടത്തി, ഇപ്പം പാർട്ടിക്കെതിരെ പറയുന്ന ആളുകളുടെ അക്കൗണ്ട് വരെ എടുക്കുക, അവൻ്റെ ചരിത്രം എടുക്കുക, അവൻ്റെ നാളെടുക്കുക, അവൻ്റെ പേരെടുക്കുക, അവൻ്റെ അഡ്രസ്സ് എടുക്കുക, ഇതെല്ലാം എടുക്കാൻ സാധിക്കുന്ന സംവിധാനം ഉള്ളിടത്ത് ഈ ഷഹബാസിനെ കൊന്ന കൊലയാളികളുടെ വിഷയങ്ങൾ മാത്രം ശേഖരിക്കാനായിട്ടൊരു സംവിധാനമില്ല. കൊലയാളികൾ ഷൂട്ട് ചെയ്ത വീഡിയോ, അത് ഷൂട്ട് ചെയ്യാൻ ഉപയോഗിച്ച ഫോണ്, ഇതെല്ലാം ഇവരുടെ കയ്യിൽ ഉണ്ടായിട്ടും ഇവർക്ക് മെറ്റയിൽ നിന്ന് തന്നെ വിവരങ്ങൾ വേണം. ഇത് കേരളക്കരെ ഒന്നാകെ കണ്ടൊരു കാര്യമാണ്. ആസൂത്രിതമായിട്ടുള്ളൊരു കൊലപാതകവും ആ കൊലപാതകത്തിൽ ഷഹബാസ് എന്ന് പറയുന്ന കുഞ്ഞനുജൻ്റെ ജീവൻ നഷ്ടമാവുകയും ആ സമയത്ത് പോലും പൂർണ്ണമായ തെളിവുകളടക്കം നമ്മൾ കേരളക്കരെ ഒന്നാകെ മാധ്യമങ്ങൾ വഴി കണ്ടിട്ടും പോലീസുകാർ പറയുന്നത് അതിൽ അസ്വാഭാവികതയൊന്നും അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. പ്രതികൾ കൂടുതൽ ആളുകളില്ല, പ്രതികൾക്ക് എതിരെയുള്ള കുറ്റപത്രം ഉടനെ തന്നെ സമർപ്പിക്കും, അതിലും മെറ്റയിൽ നിന്ന് വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇത് അന്വേഷിക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളത് അപേക്ഷിച്ചിട്ടും നിങ്ങൾക്ക് മെറ്റയിൽ നിന്നുള്ള വിവരങ്ങൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പണി വെച്ചിട്ട് വല്ല ചെവരം ചിരയ്ക്കാനും പൊക്കൂടെ? എന്തിനാണ് ഈ പണിക്ക് നിൽക്കുന്നത്? കാരണം ഇതുപോലൊരു കുറ്റവാളി, ലോകം കണ്ട ഏറ്റവും വളർന്നു വരുന്ന കുറ്റവാളി കൂട്ടങ്ങളാണ് ഈ 6 അവന്മാർ. ഈ 6 പേരുടെയും ജാമ്യം നിഷേധിച്ച കോടതിക്ക് എൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട്. പക്ഷേ ഇവന്മാർ ഇനിയും മേ ബി ജാമ്യത്തിൽ ഇറങ്ങാം. കാരണം അവന്മാരുടെ പിടിപാട് കൊണ്ട് കേസുകൾ ഈ രീതിയിലേക്ക് വരെ എത്തി തീർന്നിട്ടുണ്ട്. ഇനി അവന്മാരൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവന്മാർ ആസൂത്രണം ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ വരാം. ഷഹബാസിൻ്റെ അച്ഛൻ മാധ്യമങ്ങളിൽ അന്ന് മുതൽ ഇന്ന് വരെയും പറയുന്നൊരു കാര്യമായിരുന്നു, ഇത് മാതാപിതാക്കളുടെ പിന്തുണയോടുകൂടി ചെയ്ത കാര്യമാണ്, നെഞ്ചക്ക് പരിശീലനം പഠിച്ചത് മാതാപിതാക്കളിൽ നിന്നാണ്, മാതാപിതാക്കളാണ് അതിന് സപ്പോർട്ട് കൊടുത്തതെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ പിതാവ് പറയുന്നുണ്ട്, ഈ ഷഹബാസിൻ്റെ പിതാവ് പറയുന്നുണ്ട്. പക്ഷേ പോലീസിൻ്റെ ഇപ്പോഴത്തെ ഒരു ഭാഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൊലപാതകത്തിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെ അച്ഛനൊന്നും ഒരു പങ്കുമില്ല എന്നാണ്. അത് അവിടെയും കുറ്റാരോപിതരെന്നാണ് കേട്ടോ. എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളിലും പറയുന്നത് കുറ്റാരോപിതരെന്നാണ്. അപ്പോൾ നമുക്ക് ആ ഒരു വാർത്ത കൂടെ കണ്ടുപോകാം.
താമരശ്ശേരി ഷഹബാസ് കൊലപാതകത്തിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് പങ്കില്ലെന്ന് പോലീസ്. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകില്ലെന്നും സൂചന. കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് വധക്കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് പങ്കുണ്ടെന്നായിരുന്നു ആരോപണം. എന്നാൽ അന്വേഷണത്തിൽ ഇവർക്ക് പങ്കുള്ളതായി കണ്ടെത്താനായിട്ടില്ലെന്ന് പോലീസ് പറയുന്നു. ഷഹബാസിന്റെ മരണത്തിനിടയാക്കിയ നഞ്ചക് വിദ്യാർത്ഥികൾ തന്നെ കരാട്ടെ പഠിക്കാൻ ഉപയോഗിച്ചതാണെന്നാണ് പോലീസ് കണ്ടെത്തൽ. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചിരുന്നു. ഷഹബാസിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച അക്രമം ആസൂത്രണം ചെയ്തതിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പങ്കുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിച്ചു. കൂടുതൽ പേരെ പ്രതി ചേർക്കുന്നതിലേക്ക് നയിക്കുന്ന കുറ്റകരമായ ഒന്നും കണ്ടെത്താനായിട്ടില്ലെന്നാണ് സൂചന. സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളുടെ വിശദമായ റിപ്പോർട്ട് മെറ്റയിൽ നിന്ന് പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതുകൂടെ ലഭിച്ചാൽ ഉടൻ ഈ മാസം അവസാനമോ മെയ് ആദ്യമോ കുറ്റപത്രം നൽകും. കേസിൽ കൂടുതൽ സാക്ഷികളെ ഉൾപ്പെടുത്തിയുള്ളതാകും കുറ്റപത്രം. എന്തൊരു പരിതാപകരമായ അവസ്ഥ. ഇതുവരെയും പോലീസിന് കൃത്യമായ തെളിവുകൾ കിട്ടിയിട്ടില്ല എന്ന്. കാരണം ഇവന്മാർ നെഞ്ചക്ക് പഠിക്കുക, ഇവന്മാർ കരാട്ട പഠിക്കാൻ പോയ സമയത്ത് നെഞ്ചക്ക് ഉപയോഗിച്ചതാണെന്ന്. കരാട്ട പഠിക്കാൻ പോകുന്നതിനെപ്പറ്റി ഒരു ന്യൂസും എവിടെയും ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്നും പ്രതിപാദിച്ചിട്ടേ ഇല്ല. ഈ ഒരു അവസാന നിമിഷമായപ്പോൾ, കുറ്റപത്രം സമർപ്പിക്കുന്ന ഒരു അവസരമായപ്പോൾ പോലീസുകാർ കണ്ടെത്തിയൊരു വഴിയാണ് ഇവർ കരാട്ടെ പഠിക്കാൻ പോയ സമയത്ത് അവിടെ വെച്ച് ഉപയോഗിച്ചതാണ്. മുൻകാല പരിചയം ഒന്നുമില്ലാത്തൊരു സാധനം കൊണ്ട് ഇവന്മാർ അടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് പിന്തുണ കിട്ടിയത് അച്ഛൻ്റെ ഭാഗത്തു നിന്നാണെന്ന് ഷഹബാസിൻ്റെ അച്ഛൻ കൃത്യമായി പറയുകയും ചെയ്യുമ്പോഴും പോലീസുകാർ അതിനെ ഒന്നും മുഖവിലേക്ക് എടുക്കാതെ, പോലീസുകാരുടേതായിട്ടുള്ള ഇൻറ്റൻഷനിൽ അവർക്ക് എന്തൊക്കെ ഇൻറ്റൻഷനുണ്ട് ഇത് ഇങ്ങനെ ആയി തീർക്കണമെന്നുള്ളത്, ആ ഒരു ഇൻറ്റൻഷൻ്റെ മേളിൽ ചെയ്യുന്നൊരു കേസായിട്ടാണ് എനിക്കിതിനെ തോന്നിയിട്ടുള്ളത്. അല്ലാണ്ട് പ്രതികൾക്ക് ശിക്ഷ കിട്ടണം, ഈ നിരപരാധിയായ കുഞ്ഞിന് നീതി കിട്ടണമെന്നൊന്നും പോലീസുകാർക്കില്ല. പോലീസുകാർക്ക് എങ്ങനെയെങ്കിലും അവരുടെ മക്കളെ വെള്ളപൂശി അവർ രക്ഷിച്ചാൽ മതി. എത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിച്ചിട്ട് അവർക്ക് ജാമ്യത്തിന് വിട്ടാൽ മതി. അതിനുവേണ്ടിയിട്ടാണ് നമ്മുടെ പോലീസുകാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 24 ന്യൂസിന് കൊടുത്തൊരു അഭിമുഖത്തിൽ അദ്ദേഹത്തിൻ്റെ ഷഹബാസിൻ്റെ അമ്മ വന്നിട്ട് ഷഹബാസിൻ്റെ ഉമ്മ സംസാരിക്കുന്നുണ്ട്. ഇത്രയും നാൾ ഉമ്മയ്ക്ക് സംസാരിക്കാനായിട്ട് മാനസിക നില അത്ര ക്ലിയർ അല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഷഹബാസിൻ്റെ അച്ഛനാണ് ഇത്ര നാൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഷഹബാസിൻ്റെ അമ്മ ആദ്യമായിട്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ സംസാരിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അവനായിരുന്നു എൻ്റെ എല്ലാം, ഇനി ഒരമ്മമാർക്ക് ഈ ഒരു ഗതി വരുത്തരുത്. ആ ഒരു കുടുംബം ഇന്നും വേദനയിലാണ്. ആ അമ്മയുടെ വാക്കുകൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. ഷഹബാസിന്റെ ഉമ്മ മുഖ്യമന്ത്രി അടുത്ത് പോയിരുന്നു. ഉമ്മ ഷഹബാസ് സാധാരണ സ്ത്രീകളൊക്കെ പറയുന്നത് പുള്ളി കുറിച്ച് കൂടുതൽ പരിഗണിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉമ്മ എന്താ മുഖ്യമന്ത്രിയോട് പറഞ്ഞത്? ഞാൻ പറഞ്ഞ നീതി കിട്ടണം. അല്ല, എങ്ങനെയുള്ളൊരു നീതിയാ ഉമ്മയുടെ മനസ്സിൽ? കുട്ടികൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം. ഇനിയൊരു കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഇനിയൊരു അമ്മമാർക്ക് ഇങ്ങനത്തെ ഒരു വേദന ഉണ്ടാവാൻ പാടില്ല. വേദന എന്ന് പറഞ്ഞാൽ 2 ദിവസം ഇപ്പോഴും ഞാൻ രാത്രി ഉറങ്ങാൻ പറ്റാത്ത ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. 1 മണിക്കൂറാണ് ഉറങ്ങുക. ഇവിടെ എണീറ്റും ഞാൻ പോയി കളയുന്നത്. മാനസികമായിട്ടുള്ള ഒരു ഇത് റെഡിയാണ്. എനിക്ക് പുറത്ത് പോകാൻ കഴിയില്ല. ഒരു വയസ്സായ ഒരു മകനുണ്ട്. ഇതൊക്കെ നമ്മളെ പച്ചയായ സത്യമാണ്. നമ്മൾ വീടിൻ്റെ പണി ഇങ്ങനെ ആക്കി വെച്ചാൽ കഴിഞ്ഞാൽ അവന് പഠിക്കണം, അവന് സമൂഹത്തിൽ അറിയാം, ഏവിയേഷന് പഠിക്കണം, നിങ്ങൾ കടാക്കി വീട് ഉണ്ടാക്കണ്ട എന്നൊരു ചിന്താഗതി അവൻ്റെ ഉള്ളിലുണ്ട്. ഇന്ന് പാക്കുന്ന അവൻ്റെ ഓരോരോ വരച്ച കാര്യങ്ങളും അവനതാപ്പണ ഒരു ചേതക്കൊക്കെ നമ്മളെ കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടു കഴിയുന്ന സമയത്ത് ഇവിടെയുള്ള ആളുകളൊക്കെ പറയും, ഇത് നിങ്ങൾ കോടതിക്ക് നിങ്ങൾ സമർപ്പിക്കണം, ഇത് കാണട്ടെ. അതായത് ഇത്രയും ഒരു കുട്ടി സമർത്ഥനായ കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കാണെങ്കിൽ അവരുടെ ബന്ധുക്കൾ കളിയാക്കുന്ന ഒരു ചർച്ച താങ്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും പ്രശ്നമുണ്ട്. അവർ ഒരു പുണ്യകർമ്മം ചെയ്ത രീതിയിൽ ഇവിടെ അഭിവാദ്യം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങാടി കൂടി നടക്കുന്നത് ബന്ധുക്കൾ കളിയാക്കുന്ന ചർച്ച പറഞ്ഞായിരുന്നു. നമ്മുടെ കുടുംബങ്ങളൊക്കെ അങ്ങാടിയിലുണ്ട്. അവര് ഇവനെ ഒരു വണ്ടിയുണ്ട്, 2-3 വണ്ടികളൊക്കെ. അവർക്ക് അത്യാവശ്യം പൈസയും കാര്യങ്ങളും ഉള്ള ഒരു ടീമാണ്. അതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാം, എന്തും നേരിടാം. അവർക്ക് നമ്മളെന്താ അറിയാം, ദുർബലമായ അത് അന്ന് അത്യാവശ്യം അവർക്ക് ഈ പ്രതികൾക്കുണ്ട്. ഓരോ രാഷ്ട്രീയ തലത്തിൽ ആദ്യം ഒരു ബന്ധം പിടിപാടുള്ള ആളുകളാണ്. പക്ഷെ ഇത് അവർക്ക് സപ്പോർട്ട് ഇല്ല എന്നുള്ളതാണ് നമ്മളോട് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. പല ആളുകളും പറഞ്ഞിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളോട് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയും, എന്നാൽ രഹസ്യമായി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മീഡിയ പറയണം. തീർച്ചയായും ഞങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എക്സ്പോസ് ചെയ്യണം. കാര്യം പിന്നെ നമ്മൾ ഇവർ മാന്യമാരെ കുപ്പായ അണിഞ്ഞുകൊണ്ടാണല്ലോ പിന്നെ കൂടി പണിയുന്നത്. അതെ, ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് പല ആളുകളും പറഞ്ഞിട്ട് അഡ്വക്കേറ്റിനെ കണ്ട സമയത്തും ഇവിടെ ഉള്ള ഒരു അഡ്വക്കേറ്റാണ് ഇപ്പോൾ ഇത് വാദിക്കുന്നത്. പക്ഷെ അതിനോടൊന്നും നമ്മൾ തീരെ യോജിക്കുന്നില്ല. ഇത്രയും അങ്ങാടി തന്നെയാണ് മൂപ്പർ ഓഫീസ് ഉള്ളത്. അപ്പോൾ ആ കുട്ടീൻ്റെ ബാക്ക്ഗ്രൗണ്ടും വാപ്പൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ അറിയുന്ന ആളാണ് ഈ വക്കീൽ. അപ്പോൾ അതുകൊണ്ട് പല ആളുകളും മൂപ്പർ അതിന് നിൽക്കരുതായിരുന്നു, ഇതിന് സപ്പോർട്ട് ചെയ്യരുതായിരുന്നു. ഇതൊക്കെ ചെയ്തിട്ട് ഈ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട്. അതാണ് നമ്മൾ ഉമ്മ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷം ഉറങ്ങിയിട്ടേ ഇല്ല. ഉമ്മയുടെ മനസ്സിനെ ഏറ്റവും വേദനിപ്പിക്കുന്ന സംഭവം ഷഹബാസിനെ ഓർമ്മിക്കുന്നു. അവനായിരുന്നു എൻ്റെ എല്ലാം, എൻ്റെ എല്ലാ വിഷമങ്ങളും എല്ലാം. ഞാൻ എനിക്ക് പെൺകുട്ടികളില്ല. അപ്പൊ 2 മക്കളല്ലേ? 4 മക്കൾ. അപ്പൊ ഞാൻ എൻ്റെ എല്ലാ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന അവനായിട്ടാണ്. അവനില്ലാതായപ്പോ എൻ്റെ എല്ലാം പോയി. ഈ ഷഹബാസിന്റെ കാര്യം പറഞ്ഞ് ഉമ്മയ്ക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകുന്ന ആരാണ് ഇപ്പം നിങ്ങൾക്ക്? കാരണം നിങ്ങൾക്ക് നീതി കിട്ടണം, അതിലാരാ ഏറ്റവും ഉമ്മയ്ക്ക് ഒരു സഹായമായി മാറിയിട്ടുള്ളത്? എല്ലാവരും അങ്ങനത്തെ. അല്ല, ഞാൻ ചോദിക്കുന്നത് കേരളം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇപ്പോൾ പൊതുപ്രവർത്തകർക്കൊന്നും പ്രത്യക്ഷമായിട്ട് ഇതിനകത്ത് ഇടപെടാനൊന്നും പറ്റില്ല. ഇടപെടുവാണെങ്കിൽ അവിടെ ചീട്ട് കീറി പോകും. അത് നമ്മളൊന്നുകൂടെ അരക്കിട്ടുറപ്പിച്ച് പറയുകയാണ്. നിങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടി നമ്മൾ കൂടെ 24 ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ എത്രയോ മാധ്യമങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മ കരച്ചിലടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്ന് ഞങ്ങൾക്ക് അറിയാം. എന്നാലും ഉമ്മയുടെ വേദന മലയാളിക്ക് മനസ്സിലാകുന്നുണ്ട്, മലയാളി വീട്ടമ്മമാർക്ക് മനസ്സിലാകുന്നുണ്ട്, പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട്.
അപ്പോൾ അത് ഇപ്പം നാട്ടിൻപുറത്ത് ഇവിടെ എവിടെയെങ്കിലും ഉള്ള ഒരാൾ സപ്പോർട്ട് ചെയ്തു അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ നീതി തേടി മുന്നോട്ട് പോകുക. കോടതി ശ്രീകണ്ഠൻ നായർ സർ വീണ്ടും ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ നല്ലൊരു വ്യക്തിത്വമാണെന്നുള്ളത്. അതിനൊരു ബിഗ് സല്യൂട്ട് ഞാൻ ശ്രീകണ്ഠൻ നായർ സാറിന് നൽകുകയാണ്. കാരണം മറ്റൊരു മാധ്യമങ്ങളും ചെയ്യാനായിട്ട് തയ്യാറെടുക്കാത്ത, അല്ലെങ്കിൽ തൻ്റെ അടുത്തോടു കൂടി ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ലഹരിക്കെതിരെ സംസാരിച്ചുകൊണ്ട് കേരളം മുഴുവനും സഞ്ചരിച്ചൊരു മാധ്യമമാണ് 24 ന്യൂസ് എന്ന് പറയുന്നത്. അതിലെ ചീഫ് എഡിറ്ററായ ശ്രീകണ്ഠൻ നായർ സാർ, അദ്ദേഹം ആ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട്, അല്ലെങ്കിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അത് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ എന്തായാലും 24 ന്യൂസിന്റെ പൂർണ്ണമായ പിന്തുണയുണ്ടാവും ഈ ഒരു കേസിൽ. നമ്മുടെ ഷഹബാസ് എന്ന് പറയുന്ന കുഞ്ഞിന് നീതി കിട്ടുന്നിടം വരെയും എന്ന് ശ്രീകണ്ഠൻ നായർ സാർ ഷഹബാസിന്റെ ഉമ്മയ്ക്ക് വാക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള മാധ്യമങ്ങളാണ് മുന്നിലേക്ക് വരേണ്ടത്. അല്ലാതെ മാപ്രകളെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവരെ സംരക്ഷിക്കുകയല്ല ചെയ്യേണ്ടത്, കുറ്റവാളികളെ സംരക്ഷിക്കുകയല്ല ചെയ്യേണ്ടത്, അവരുടെ വിഷമങ്ങൾക്കൊപ്പം നിൽക്കുകയാണ് വേണ്ടത്. ആ ഉമ്മയുടെ കണ്ണുനീര് കാണുമ്പോൾ ഇപ്പോഴും മനസ്സിലൊരു വിങ്ങലാണ്. അവരുടെ എല്ലാമായിരുന്ന എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിരുന്ന ഒരു മകനാണ് ഷഹബാസ്. അവനെ കൊന്നിട്ടാണ് ഇവരുടെ ഈ പ്രതികളുടെ തന്തയും തള്ളയും വലിയ ഒരു പ്രഹസനത്തോടു കൂടി നാട്ടിലിറങ്ങി നടക്കുകയും അവിടേക്ക് എന്തോ വലിയ പുണ്യപ്രവൃത്തി ചെയ്തു എന്നുള്ള രീതിയിൽ നടക്കുകയും ചെയ്യുന്നത്. എന്തായാലും കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കാനായിട്ട് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് സാധിക്കട്ടെ. പോലീസുകാർ കൊടുക്കുന്ന കുറ്റപത്രത്തിൽ എന്താണ് ഉണ്ടാവുക എന്നറിയില്ല. ഇനി അതിലും വെള്ളപൂശാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. ഷഹബാസ് അവിടെ പഠിക്കാത്ത വ്യക്തിയായിട്ടും ഷഹബാസ് എന്തിന് അവിടെ പോയി എന്നുള്ളൊരു കാര്യമായിരിക്കും അവർ ഹൈലൈറ്റ് ചെയ്യുക. കാരണം അങ്ങനെയാണ് ഈ പ്രതികളുടെ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പം പ്രതികൾക്ക് തക്കതായ ശിക്ഷ കിട്ടട്ടെ. അന്ന് വന്ന ഊമക്കത്തിനെതിരെ പിന്നീട് ഒരു കാര്യം കാണുന്നില്ല, ഊമക്കത്തും കാണാനില്ല, അത് എഴുതിയ ആളിനെ കാണാനില്ല. എന്തായാലും പ്രതികൾ ഇൻ കേസ് ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയാണെങ്കിൽ അവന്മാരെ ജയിലിന് മുന്നിലിട്ട് തന്നെ കൊന്നുകളയുക. ഒരു കാരണവശാലും ഈ നായിൻ്റെ മക്കളെ ജീവിക്കാൻ അനുവദിക്കരുതെന്നാണ് എനിക്ക് ഒരു സമയത്ത് പറയാനുള്ളത്. കണ്ടില്ലേ, പിടിപാടും കാശും ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരു സർക്കാരും അവരുടെ കൂടെയാണ്. അതിന് പ്രധാനമന്ത്രി ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, പണമുള്ളവൻ്റെ കൂടെയാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് നമ്മുടെ ഈ ഒരു പ്രശ്നത്തിൽ, ഈ ഒരു ഷഹബാസിൻ്റെ കൊലപാതകത്തിൽ. എന്തായാലും കാത്തിരുന്ന് കാണാൻ എന്താ സംഭവിക്കുക എന്നുള്ളത്.